അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചി NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ആകെ 4 പ്രതികളാണുള്ളത്. ലെബി സജീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലെബി, എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് പ്രാഥമിക കുറ്റപത്രം NIA സംഘം സമർപ്പിച്ചത്. ഈ കേസ് ഏറെ വിവാദമായതാണ്. അവയവ കച്ചവടത്തിനായി ഇവിടെ നിന്ന് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള കേസ്. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ആലുവ റൂറൽ പോലീസിന് കീഴിലുള്ള പ്രത്യേക സംഘമാണ്. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് NIA ഏറ്റെടുക്കുന്നതും. കഴിഞ്ഞ ജൂലൈ 3-നാണ് NIA കേസ് ഏറ്റെടുത്തത്. അതിനുശേഷം ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളെ കൂടി പിടികൂടുകയും കേസ് വളരെ വിപുലമായി അന്വേഷിക്കുകയും ചെയ്തു. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 4 പേരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഇപ്പോൾ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഈ പ്രാഥമിക കുറ്റപത്രത്തിൽ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇവിടെ വച്ച അവയവ മാറ്റ ശസ്ത്രക്രിയകളൊന്നും തന്നെ നടന്നിട്ടില്ല. തുർക്കിയിലും അതുപോലെ തന്നെ ഇറാനിലുമാണ് ശസ്ത്രക്രിയകൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആളുകളെ കടത്തിക്കൊണ്ട് പോവുക മാത്രമാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അത്ര വിപുലമായ അന്വേഷണം നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അത്രത്തോളം കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിദേശത്ത് കടന്ന പ്രതികളെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു വലിയ റാക്കറ്റ് തന്നെയുണ്ടെന്ന് വ്യക്തമായിട്ടും 4 പ്രതികളുടെ പേര് മാത്രമാണ് ഇപ്പോഴുള്ള കുറ്റപത്രത്തിൽ നൽകിയ പ്രാഥമിക കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റപത്രത്തിലുള്ളത്, അല്ലേ? തീർച്ചയായും വിനീത, ഇത് വളരെ വലിയൊരു റാക്കറ്റ് തന്നെയാണ്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വളരെ വിപുലമായി തന്നെ NIA നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ആലുവ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഈ കേസ് NIA ഏറ്റെടുത്തത്. അതിനുശേഷമാണ് തുർക്കി കേന്ദ്രീകരിച്ചും ഇറാൻ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം കൂടുതൽ വിപുലമാക്കി നടത്തിയതും. ഇതിലാദ്യം പോലീസ് തന്നെ ഇതിലെ മുഖ്യ കണ്ണികളിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം മുംബൈയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അവയവ കച്ചവടത്തിന് പിടിയിലായ ഒരാളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ കേസിലെ ആദ്യം സാബിർ എന്ന ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ അറസ്റ്റിലാകുന്നത്. എന്നാൽ ഇതിനെ തുടർന്ന് വ്യാപകമായ അന്വേഷണം നടത്തിയെങ്കിലും 1-ാം പ്രതിയായ മധുവിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മധു ഇറാനിലാണ് എന്നുള്ള സൂചന NIAക്ക് ലഭിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും കണ്ടുപിടിക്കാനായിട്ടില്ല. അതിനുശേഷം ഷമീർ, പാലക്കാട് സ്വദേശി ഷമീർ പിന്നീട് പിടിയിലായി. ഷമീർ ആകട്ടെ ഈ കേസിൽ ഇര കൂടിയാണ് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. ഈ അവയവ കച്ചവടത്തിൻ്റെ ഇടനില നിന്നിട്ടുമുണ്ട്, അവയവ ദാനം നടത്തിയിട്ടുമുണ്ട്, അവയവ കച്ചവടത്തിന് വിധേയനായിട്ടുമുണ്ട്. 6 ലക്ഷം രൂപയാണ് പലർക്കും നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വിനിത ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരാളിൽ നിന്ന് ഒരു അവയവം, പ്രത്യേകിച്ച് കൂടുതലായും കിഡ്നിയാണ് കച്ചവടം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ഒരു ഓർഗൻ മുറിച്ചു മാറ്റുമ്പോൾ 1 കോടി രൂപയോളം തുർക്കി, ഇറാൻ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വാങ്ങിയിരുന്നു ഇടനിലക്കാർ. എന്നാൽ ഈ നിർധനരായ ആളുകളെ കണ്ടുപിടിച്ചാണ് അവയവ കച്ചവടത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് കേവലം 6 ലക്ഷം രൂപ മാത്രമാണ് നൽകിയിരുന്നത്. ലേബിയോട് തന്നെ അത്തരത്തിൽ അവയവ കച്ചവടത്തിനിരയായ അവർ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തതാണ്. ഏതായാലും വലിയ റാക്കറ്റ് ഉണ്ടെന്ന് വ്യക്തമാണ്.